എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല, ഈവനിങ് സ്നാക്കായിട്ടും ഇത് കഴിക്കാം. രുചികരമായ ഈ ഹെൽത്തി പലഹാരം പുട്ടുപൊടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ പ്രിപ്പറേഷൻ നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം കുറച്ച് ക്യാപ്സിക്കം വഴറ്റിയെടുക്കാം. ഒരു പാനിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളാണ് ഇവിടെ. ഇത് കുക്കായിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതേ പാനിൽ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. പാനിലുള്ള നെയ്യിൽ തന്നെ ഇതൊരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റ് ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. കൂടുതലായിട്ട് ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പാകമായിട്ടുണ്ട്. ഇതും പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കാം. ഇതിലേക്കായിട്ട് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇവിടെ കാണുന്ന ബൗളിൻ്റെ 1.5 ബൗളോളം അളവിലുള്ള ചമ്പ പുട്ടുപൊടി തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യം തേങ്ങാപ്പാലാണ്. ആദ്യമേ തന്നെ 1 ബൗൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടുപൊടി എത്ര എടുത്തോ അതിൻ്റെ ഇരട്ടി തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. ഇത് കട്ടി തേങ്ങാപ്പാലല്ല, മീഡിയം കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയും ആവശ്യമുണ്ട്. 1/4 ഭാഗത്തോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുട്ടിപ്പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ചേർക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവിന് വ്യത്യാസം വരാം. കുഴയുന്ന പാകത്തിലായിരിക്കണം തേങ്ങാപ്പാൽ ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം ചേർത്ത പാല് ഏകദേശം ആ പാകത്തിന് തന്നെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം അടച്ചു വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ പുട്ടുപൊടി പാലിൽ ചേർന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താണ് മിക്സ് ചെയ്യേണ്ടത്, കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വഴറ്റി വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു ബൗൾ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനുമുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. വഴറ്റിയ വെജിറ്റബിൾസും തേങ്ങയും ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഇനിയും ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ലൂസാവാതെ കുറേശ്ശെ വേണം പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ തേങ്ങാപ്പാലിന് പകരം പശുവും പാൽ എടുക്കാം. പശുവും പാൽ എടുക്കുകയാണെങ്കിൽ ശകലം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ ചമ്പ പുട്ടുപൊടിക്ക് പകരം പച്ചരി പുട്ടുപൊടിയും ഉപയോഗിക്കാം. ബാറ്റർ കൂടുതൽ ലൂസാകാൻ പാടില്ല. ഇതാ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണ പുരട്ടിയ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കേക്ക് ടിന്നിലോ മാറ്റി കൊടുക്കാം. ബാറ്റർ ഇതുപോലെ ആയിരിക്കണം എടുത്ത് വെക്കുമ്പോൾ. അതിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പാകത്തിലായിരിക്കരുത്. ഇങ്ങനെ വേണം മിക്സ് ആക്കി എടുക്കേണ്ടത്. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കണം. സോഫ്റ്റായിട്ട് വേണം ചെയ്യേണ്ടത്, പ്രസ് ചെയ്യരുത്. ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബാക്കി വെച്ചിരുന്ന ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതുപോലെ കുറച്ച് തേങ്ങയും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ ഒരു സ്റ്റീമറിലേക്ക് മാറ്റി ഏകദേശം 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് സമയം വ്യത്യാസപ്പെടാം. ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഇത് തീരെ കട്ടിക്ക് ഉണ്ടാക്കരുത്. കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് രുചികരം. 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. കുക്കായെങ്കിൽ അതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ച് തണുപ്പിച്ച് ഡീമോൾഡ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. തേങ്ങാപ്പാലും വഴറ്റിയ വെജിറ്റബിൾസും ചിരകിയ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് ഇത് വേവുമ്പോൾ തന്നെ നല്ല സൂപ്പർ മണമാണ്. അതുപോലെ ടേസ്റ്റും പറയണ്ട, കിടിലനാണ്. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഇതിന് കറിയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ല, നിങ്ങൾ കറി കൂട്ടി കഴിക്കുമ്പോൾ പുട്ടിന് എന്ത് കറിയാണോ ഉപയോഗിക്കുന്നത്, വെജാണോ നോൺ വെജ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. എങ്ങനെ കഴിച്ചാലും രുചികരമായ ഒരു പലഹാരമാണ്. പുട്ടുണ്ടാക്കി മടുത്തവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ ഹൃദയം തരാൻ മടിക്കരുതേ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.